ബീഹാറിൽ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. രാവിലെ 11:30 പട്നയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുക്കും. 10 തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേൽക്കുന്നത്. വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണനും VS കൃഷ്ണരാജും ചേർന്നാണ് നൽകുന്നത്. സ്വാഗതം രണ്ടുപേർക്കും പുത്തൻ പുലരിയിലേക്ക്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത്, ഒരുപക്ഷെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ഒപ്പം NDAയുടെ ഒരു ശക്തി പ്രകടനം കൂടിയായിരിക്കും ഇത്, അല്ലേ? ഉറപ്പായും ചരിത്ര നിമിഷമാണല്ലോ പിറക്കാൻ പോകുന്നത്. കാരണം 180 സീറ്റ് വരെ പരമാവധി നേടിയേക്കാം എന്ന എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തേക്ക് 202 സീറ്റുകൾ നേടി BJP NDA അധികാരത്തിലേക്ക് എത്തുന്നു. നിതീഷ് കുമാർ 10ാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നവംബർ 14 ചരിത്രം പിറന്ന ഒരു ദിവസമായിരുന്നു. ഇന്ന് മറ്റൊരു ചരിത്രം പിറക്കുന്നു. അതായത് ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ബീഹാറിൽ ഒരു സർക്കാർ, അത് രണ്ടാം ചരിത്രമായി മാറുമോ ഇന്നത്തെ നിതീഷിൻ്റെ സത്യപ്രതിജ്ഞയോടെ? അത് തന്നെയാണ് കൃഷ്ണരാജ്. അതായത് ബീഹാർ പല ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ്. ഒന്ന്, മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം പിന്നീട് എത്തി ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നേറ്റങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അത് ബീഹാറിലാണ്. ഒപ്പം നെഹ്റു പരിവാറിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുഴുവൻ ജനാധിപത്യ സംവിധാനങ്ങൾക്കും കൂച്ചുവിലം കിട്ടപ്പോൾ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് ബീഹാറാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണരാജിന് തോന്നിയില്ലേ, 2 കുടുംബത്തിനെ ഇല്ലാണ്ടാക്കി ബീഹാർ ജനത. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലാലു കുടുംബം മുഴുവൻ തമ്മിലടിയാണ്. നെഹ്റു പരിവാറിനോട് ഇനിയും നിങ്ങൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോട്ടും വരണ്ട എന്നൊരു സന്ദേശം കൂടി ബീഹാർ നൽകുകയാണ്. അപ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചരിത്രപരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നിതീഷിന് ബീഹാറിലെ ജനത അധികാരമേൽപ്പിക്കുന്നത്. ഒപ്പം 10ാമത്തെ തവണ ഒരുപക്ഷെ ഇന്ത്യയുടെ ലോങ് ടൈം ചീഫ് മിനിസ്റ്റർ എന്ന പദവിയിലേക്ക് നിതീഷ് കുമാർ എത്താൻ സാധ്യതയുണ്ട്. നിലവിൽ അത് പവൻ കുമാർ ചാംലിംഗ് ആണ്. സിക്കിമിൻ്റെ മുഖ്യമന്ത്രിയായി 1994 മുതൽ 2019 വരെ ഇരുന്ന പവൻ കുമാർ ചാംലിംഗിൻ്റെ റെക്കോർഡ് ഉൾപ്പെടെ ഒരുപക്ഷെ നിതീഷ് കുമാർ കടത്തിവെട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം കൃഷ്ണരാജ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതേപറ്റി അതായത് കേരളത്തിൽ ഒരു പ്രതിപക്ഷം എന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച്, അതായത് സർക്കാരിൻ്റെ എല്ലാ ചെയ്തികളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ച് എല്ലാ പ്രതിഷേധങ്ങൾക്കും നടുവിലൂടെ ഇറങ്ങി നടന്ന ഒരാൾ. അപ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ്. അതായത് ഇവിടെ ഒരു ഗവർണർ ഉണ്ടെന്ന് കാട്ടിത്തന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞുപോയ ഒരു കാര്യത്തിലേക്ക്, ലാലുവിൻ്റെ കുടുംബാധിപത്യം അത് ഏറെക്കുറെ അവസാനിച്ച മട്ടിലാണ്. കുടുംബത്തിലെ തന്നെ എല്ലാവരും ഇറങ്ങിപ്പോവുകയാണ്. ഞങ്ങൾക്കിനി ഈ സംവിധാനം വേണ്ട. മാത്രമല്ല NDAയോട് അടുക്കുന്നുവോ എന്ന സൂചനകൾ പോലും വരുന്നുണ്ട്. മറുവശത്ത് രാഹുലും പ്രിയങ്കയും ഒക്കെ അവിടെ കാടിളക്കി പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞെങ്കിലും അവിടെ ഒന്നും സംഭവിച്ചില്ല. അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറാൻ ഒരിറ്റ് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവ് കൂടിയായല്ലോ ഈ തെരഞ്ഞെടുപ്പ്. തേജസ്വിക്കാകട്ടെ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പോസ്റ്ററുകളിലൊക്കെ പ്രചരിപ്പിച്ച് നടന്ന ഒരാൾ രാഹുലിനെയൊക്കെ മാറ്റി നിർന്നു. ആ ഒരു തമ്മിലടി അത് ഒരു തരത്തിലും ബീഹാറിൽ ഐക്യപ്പെടലായി മാറിയില്ല, വോട്ടായി മാറിയില്ല എന്നുകൂടി വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പല്ലേ? അതന്നെയാണ് ഷാജ്. അതായത് ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇത്തരം പൊറാട്ട നാടകങ്ങൾ അതൊരിക്കലും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്, അദ്ദേഹം വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. സത്യം പറഞ്ഞാൽ അതൊരു തമാശയല്ല, ആളുകളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇദ്ദേഹം മുൻപ് വയനാട്ടിൽ വരുന്ന സമയത്ത് ചായക്കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിക്കുക, ചായ കുടിക്കുക. അപ്പം ഇവരെന്താണ് ചിന്തിക്കുന്നത്? അതായത് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊരു ധാരണയാണ്. അതായത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ആളുകൾ വന്ന് വോട്ട് ചെയ്യുമെന്ന ധാരണയാണ്. ആ കാലഘട്ടം കഴിഞ്ഞു. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നെഹ്റുവിൻ്റെ കാലത്തുമൊക്കെ ആളുകൾ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആളുകൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടമാണ്. കാര്യങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു സമൂഹം ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നാടകങ്ങൾ കളിക്കുന്നതിലൂടെ വോട്ടുണ്ടാകില്ല. മാത്രമല്ല കുടുംബാധിപത്യത്തിനുള്ളൊരു വലിയ തിരിച്ചടി കൂടിയാണിത്. കാരണം നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പം ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിന് ഭരണം കിട്ടിയ ആ കാലഘട്ടത്തെ ജംഗിൾ രാജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സമയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിൽ ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ജംഗിൾ രാജിലേക്ക് തിരിച്ചു പോകരുതെന്നാണ്. 1990 മുതൽ 2005 വരെ ബീഹാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ആ ഒരു ഇരുണ്ട കാലഘട്ടം, സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, പോലീസുകാർ തന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ജീപ്പൊക്കെ കൊണ്ട് ഈ ജംഗ്ഷനിൽ നിർത്തിയിട്ട് ആ ജീപ്പിൻ്റെ ബോണറ്റയിലൊക്കെ കയറി SIയും ASIയും ഒക്കെ ഇരുന്നിട്ട് പണപ്പിരിവ് നടത്തുന്ന ഒരു ബീഹാർ. അത് മാത്രമല്ല, ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് ലാലുവിൻ്റെ നേതൃത്വത്തിൽ പോലും ആൾക്കാരെത്തി അവിടെ കയറി ബൂത്ത് പിടിച്ചെടുത്ത് ബാലറ്റിൽ സീൽ ചെയ്ത് വോട്ടാക്കി മാറ്റി
ബാലറ്റ് പെട്ടിയിലിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. യെസ്, അത് തന്നെയാണ് ഉറപ്പായിട്ടും. അത് ബീഹാറിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. യു പിയിൽ അത് യോഗിജി കൃത്യമായിട്ട് തന്നെ മാറ്റി. കാരണം ഇന്ന് ഭാരതത്തിലെ തന്നെ ഏറ്റവും മാതൃകാ സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശിനെ മാറ്റുകയാണ് യോഗി ആദിത്യനാഥ്. ഈ ബീഹാറിൻ്റെയും സാഹചര്യം ഇത് തന്നെയായിരുന്നു. പക്ഷേ ബീഹാറിൽ ഇനിയും കുറച്ചുകൂടെ മാറാനുണ്ട്. അത് പൂർണ്ണമായിട്ടും മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഗുണ്ടാരാജ് പോലെയുള്ള കാര്യങ്ങൾ അറുതി വരുത്താൻ നിതീഷിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം നിതീഷ് കുമാറിനുള്ളൊരു വലിയ ഇമേജ് 2005 മുതൽ അദ്ദേഹം മദ്യനിരോധനം നടപ്പാക്കിയത്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും വോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അത് 10ാം തവണയും അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ചു എന്ന്. ഒരു സംസ്ഥാനത്ത് 10 തവണയൊക്കെ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. ആരും ഒരു തവണ ഇരിക്കുമ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ അതിനെയൊക്കെ അപ്പുറത്തേക്ക് ബീഹാറിനെ മാറ്റിയെടുക്കുന്നതിൽ, ഒരു വികസിത ബീഹാർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവർ വലിയ പ്രയത്നം തന്നെ നടത്തി എന്നതിൻ്റെ തെളിവാണ് ഈ തുടർ വിജയങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിനി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വന്നാൽ ആരൊക്കെയാകും പ്രമുഖരായി മന്ത്രിസഭയിലേക്ക് വരിക? അതായത് ഷാജി, ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ആ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 16 മന്ത്രിമാർ BJPക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. 14 മന്ത്രിമാർ ജനതാദൾ യുണൈറ്റഡിനും ഉണ്ടാകും. നമുക്കറിയാം ഈ മുഖ്യമന്ത്രി സ്ഥാനം JDUവിന് നൽകുന്നത് തന്നെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ മര്യാദയാണ്. സാധാരണയായി അങ്ങനെ വരാറില്ല. ഒരു മുന്നണിക്കകത്ത് ഒരു പാർട്ടി, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയാണ് സാധാരണയായി മുഖ്യമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ തവണയും 2020 അത്ഭുതമാണത്. ശരിക്കും പറഞ്ഞാൽ BJP 74 സീറ്റുകളിൽ വിജയിക്കുകയും 43 സീറ്റ് മാത്രമാണ് JDUവിന് ഉണ്ടായിരുന്നത്. അന്നും രാഷ്ട്രീയ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് BJP മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് നൽകിയത്. ഇത്തവണയും ഏറ്റവും വലിയ കക്ഷി BJP തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകിക്കൊണ്ട് ആ രാഷ്ട്രീയ മര്യാദ നൽകുന്നുണ്ട്. ഒപ്പം 2 ഉപമുഖ്യമന്ത്രിമാർ BJPക്ക് ഉണ്ടാകും. അതൊരു പക്ഷേ ഇപ്പോഴത്തെ BJPയുടെ ബീഹാറിലെ വളർന്നു വരുന്ന ഫേസ് ആയിട്ടുള്ള സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയും തന്നെയായിരിക്കും. ഇരുവരും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ പട്നയിൽ ചേർന്ന BJPയുടെ നിയമസഭാ കക്ഷി യോഗം ഈ സാമ്രാജ് ചൗധരിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അതിനാൽ 16 സീറ്റുകൾ, 16 മന്ത്രിമാർ BJPക്കും 14 JDUവിനും, പിന്നെ മറ്റ് കക്ഷികളുണ്ട്. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 3 മന്ത്രിമാരുണ്ടാകും. അതുകൂടാതെ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുണ്ട്. ഉപേന്ദ്ര കുശ്വയുടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി RIM എന്ന് പറയുന്ന അദ്ദേഹം അടുത്ത കാലത്ത് രൂപീകരിച്ച പാർട്ടി. ആ 2 പാർട്ടികൾക്ക് ഓരോ സീറ്റ് വീതം നൽകി. അങ്ങനെ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു വിശാലമായ NDA എന്ന നിലയിലുള്ളൊരു മന്ത്രിസഭാ രൂപീകരണമാകും. ഇതിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകുമെന്നതിലൊരു ആകാംക്ഷയുണ്ട്. ഒപ്പം ഹോം മിനിസ്ട്രി ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നതൊരു ആകാംക്ഷയാണ്. കാരണം JDU ആണത് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ഈ തവണ ഒരു പക്ഷേ അത് BJP തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPക്ക് അത് ക്ലെയിം ചെയ്യാം. കാരണം ഏറ്റവും വലിയ കക്ഷി BJP ആണ്. കഴിഞ്ഞ തവണയും BJP ആണ്. പക്ഷേ ഒരു രാഷ്ട്രീയ മര്യാദയും ഈ നിതീഷിനെ ഫേസാക്കി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് BJP ചെയ്യുകയാണ്. ഒരുപക്ഷേ ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതായത് BJP രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നത് കൊണ്ടാകാം ഇന്ത്യയിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. കാരണം 14ാം റിസൾട്ട് വരുന്നു, 20ന് മന്ത്രിസഭ ചുമതലയേൽക്കാൻ പോകുന്നു. അതായത് BJP അവിടെയും ഒരു വഴികാട്ടിയാവുകയാണ്. രാഷ്ട്രീയ മര്യാദ ഇതാണ് എന്ന് കാട്ടിക്കൊടുക്കുന്നതിലൂടെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. മുന്നണിയും അതേ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന സന്ദേശം അത് തന്നെയാണ്. അതായത് BJP മറ്റ് പ്രാദേശിക കക്ഷികളെ ഇല്ലാതാക്കുന്നുവെന്ന വലിയ വിമർശനം നേരിടുന്നൊരു പാർട്ടിയാണ്. അതായത് BJPയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾ ഇല്ലാണ്ടാകും. അതായത് ചില മരങ്ങളെ പോലെ ഈ അടുത്ത് നിൽക്കുന്ന മരങ്ങൾക്കുള്ള വെള്ളം കൂടി പിടിച്ചെടുക്കുന്നൊക്കെ BJP വിമർശിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഈ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ചെയ്യില്ല. ഒരുപക്ഷെ പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരളത്തിലെ 2ാമത്തെ മന്ത്രിസഭ നമുക്കറിയാം. അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പട്ടം നാണുപിള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്നത്. ഏറ്റവും വലിയ കക്ഷി PSP അല്ല, ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ അത് അന്നത്തെ സാഹചര്യത്തിൽ പട്ടത്തെ പോലെ തലയെടുപ്പുള്ളൊരു നേതാവ് അന്ന് കോൺഗ്രസിൽ പോലും ഇല്ല എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ 1960 കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ കക്ഷി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ചെയ്യും. പക്ഷേ BJP ഭാരതത്തിൽ ആ വിശാലമായ ജനാധിപത്യ സ്വഭാവം ഒരിക്കൽ കൂടി തുറന്നു കാട്ടുകയാണ്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും പേയ്മെന്റ് സെറ്റ് വിവാദം വരുന്ന ഈ കാലത്ത് ബീഹാർ പോലൊരു സംസ്ഥാനത്ത് ഇത്രയേറെ രാഷ്ട്രീയ മര്യാദ കാട്ടി ഒരു സർക്കാർ രൂപീകരണം എന്നത് വളരെ ചെറിയ കാര്യമല്ല. ഏതായാലും BJP മുന്നണി മര്യാദകൾ പാലിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് പോലും NDAക്ക് പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ഏതായാലും ചരിത്രം ഇന്ന് പിറക്കും. 14 ഒരു ചരിത്രം പിറന്നു. 202 സീറ്റോടെ NDA സർക്കാർ എന്ന രീതിയിൽ വന്നു. ഇന്ന് ആ സർക്കാരിൻ്റെ രൂപീകരണമാണ്. വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് BJPക്കും NDAക്കും. ശ്യാം. യെസ്, അപ്പം ഒരു വ്യക്തിപരമായ നന്ദി കൂടിയുണ്ട് രണ്ടുപേർക്കും. അല്പം ചരിത്രം കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പകർന്നു നൽകിയത്. താങ്ക് യു സോ മച്ച് കൃഷ്ണരാജ്, ഗൗതം, അനന്തനാരായണൻ.